ഇത് ബീഹാറിന് 70%, 25% കേരളത്തിന് കിട്ടുമ്പോൾ ബീഹാറിന് കൊടുക്കുന്നതിന് ഞാൻ അനുകൂലം തന്നെയാണ്, കൊടുക്കണം. പക്ഷേ ബീഹാറിന് കിട്ടുന്ന 70%, കേരളത്തിന് കിട്ടുന്ന 25%. ഇൻഡെക്സുകളെല്ലാം ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ റേറ്റിംഗ് കൂടുകയും അവരുടെ ഇളവുകൾ കുറയുകയും ചെയ്യുക എന്നുള്ളത് സാധാരണയല്ലേ മിനിസ്റ്റർ? ആ സാധാരണത്തിനൊരു അസാധാരണത്വമുണ്ട്. ഈ 25ഉം 75ഉം തമ്മിൽ കമ്പാരിസൺ ഇല്ല. നമ്മൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പഠിച്ച് മിടുക്കനായി നന്നായി ചെയ്യുന്നു, അതുകൊണ്ട് നിനക്ക് ഇനി കുറച്ചു കാലം ഒന്നും തരുന്നില്ല. ഭക്ഷണം നല്ലപോലെ കഴിച്ചതിന് നല്ല ആരോഗ്യമുണ്ട്, ഇനിയിപ്പോൾ കുറച്ചാൾ ഭക്ഷണം കഴിക്കണ്ട, മറ്റവൻ നിൻ്റെ അത്ര ആരോഗ്യമാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ച് ഒരുമാതിരി നന്നായിരിക്കുന്നതിൻ്റെ ആരോഗ്യമെല്ലാം പോയില്ലേ? അപ്പോൾ അവന് മുന്നോട്ട് പോകാൻ നിലനിർത്തണ്ടേ? ഇനി ഇതുപോലുള്ള സ്റ്റേറ്റ്, അത് കേരളം മാത്രമല്ല, കേരളം എടുത്ത മഹാരാഷ്ട്ര ആയാലും കർണാടക ആയാലും തമിഴ്നാടായാലും ഗുജറാത്ത് ആയാലും പല സ്റ്റേറ്റുകളുണ്ട് എക്കണോമിക്കലി നല്ല വളർച്ചയുള്ളത്. ആ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വരുമാനവും എക്കണോമിയും കൂടെ സജീവമായാൽ മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തൂ. പക്ഷേ ഇത് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി തടയരുതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ഒറ്റ കാര്യമുള്ളൂ, വൈര്യനിര്യാതന ബുദ്ധിയോട് തടയരുത്. കാരണം കേരളത്തിൽ 1 സെൻറ്റ് ഭൂമിക്കുള്ള വിലയാണോ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ളത്? കേരളത്തിൽ ഒരാൾക്ക് 900 രൂപയോ 1000 രൂപയോ കൂലിയുള്ളപ്പോൾ, അതിൽ കൂടുതലും കൂലിയുള്ളപ്പോൾ 250 രൂപ കൂലിക്ക് ജോലി ചെയ്യിക്കുന്ന സ്ഥലങ്ങളില്ലേ? അവിടെ റോഡ് പണിയുന്നതിൻ്റെ ചിലവ് ഇവിടത്തെക്കാളും 4 പോരെ? അല്ലെങ്കിൽ അവിടെ റോഡ് പണിയുന്ന ചിലവിൻ്റെ 3-4 ഇരട്ടി വേണ്ടേ കേരളത്തിൽ പണിയാൻ? ഇങ്ങനെ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് റെയിൽവേയുടെ വികസനത്തിന്, നാഷണൽ ഹൈവേയുടെ വികസനത്തിന് സ്ഥലം എടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുഴുവൻ പണം മുടക്കില്ല. നിങ്ങൾ അതിൻ്റെ പിന്നെ ഒരു ഭാഗം തരണമെന്ന് പറഞ്ഞുകൊണ്ട് 6000 കോടി രൂപ നമ്മൾ കടമെടുത്ത് കൊടുത്തിട്ടല്ലേ ആ NHന്റെ സ്ഥലം എടുത്തത്? അതിനുള്ള ആ അഡീഷണൽ ബോറോയിങ് എങ്ങനെ തരണ്ടേ? ഇതൊക്കെ തെറ്റായ കാര്യമാണോ നമ്മൾ പറയുന്നത്? അപ്പോൾ ഇന്ത്യയെ കേന്ദ്ര സർക്കാരിന്റെ യൂണിയൻ ബജറ്റും വരാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് എല്ലാ ബജറ്റിന്റെ സമയത്തും സവിശേഷമായ ആവശ്യങ്ങളുണ്ട്. താങ്കൾ തന്നെയും നിർമ്മലാ സീതാരാമനുമായിട്ട് നേരിട്ട് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളം പല പാക്കേജുകൾ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് പാക്കേജുകൾ എന്ന പേരിലുള്ള സംഗതികൾ കേന്ദ്രം കൊടുക്കുക. നമ്മൾ ആ നിലയ്ക്കുള്ള ഒരു പാക്കേജ് ആവശ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലാണോ ഉള്ളത്? അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ മിനിസ്റ്റർ? ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഈ പറഞ്ഞ ഒരിക്കലും സാധാരണ വെട്ടിക്കളയാനും കട്ട് ചെയ്യാനും പാടില്ലാത്ത മേഖലയെ കട്ട് ചെയ്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് അഡീഷണലായിട്ട് തരണം, അത് പ്രത്യേക പാക്കേജായിട്ട് തരണം. ഈ ഞാനീ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ 6000 കോടി ഉൾപ്പെടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും നേരത്തെ എടുത്ത പണം അതിപ്പോൾ ഓരോ വർഷം കുറയ്ക്കുക. 4730 കോടി രൂപ ഈ വർഷത്തെയും എൻ്റെ ധനകാര്യമന്ത്രി എന്നതിൽ ധനകാര്യ വകുപ്പിന് എടുക്കാൻ പറ്റേണ്ട, കേരളത്തിൽ എടുക്കാൻ പറ്റേണ്ട ബോറോയിങ് അത് കുറച്ചു. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് 3300 കോടി രൂപ ഒറ്റയടിക്ക് കുറച്ചു. അത് 5 വർഷം കൊണ്ട് കുറയ്ക്കേണ്ടതാണെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞു. ഒറ്റ വർഷം കൊണ്ട് കുറച്ചു. സുപ്രീം കോടതി പോയി കിട്ടിയ പണം 1900 ചില്ലാനും കോടി രൂപ ഈ വർഷം എഫക്റ്റീവ്ലി കുറഞ്ഞു. ഇങ്ങനെ പല മേഖല വരുന്ന കുറവുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ആവശ്യപ്പെട്ടു. അതിന് പ്രത്യേകമായ പാക്കേജ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഒരു 0.5% ബോറോയിങ്, ക്യാപിറ്റൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി മാത്രം, ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതും പുതിയ വ്യവസായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് വരുന്നതെന്നുള്ളത് ബഡ്ജറ്റ് ദിവസം അറിയുള്ളൂ. 30 നമുക്ക് പിന്നെ അവരുടെ ബഡ്ജറ്റ് 1-ാം തീയതിയാണല്ലോ വരുന്നത്, അപ്പോൾ അന്നേ അറിയാൻ പറ്റത്തുള്ളൂ. പുതിയ ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യത്തിലും ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫിനാൻസ് കമ്മീഷൻ്റെ എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച, എന്തൊക്കെയാണ് കമ്മീഷൻ പറയുന്ന കാര്യവും ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അറിയത്തുള്ളൂ. നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ മുന്നിൽ എല്ലാ കാര്യവും നമ്മൾ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് വലിയ വെട്ടിക്കുറവ് മാറ്റി നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഈ റീജിയണലായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. അത് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജീറിയാട്രിക് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, ഇന്ത്യയിൽ. അവർക്ക് പ്രത്യേക കെയർ ആവശ്യമുണ്ട്, ഭൂമിയുടെ വിലയുടെ ഉണ്ട്, തൊഴിലിൻ്റെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കയറി ഞങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് തന്നെ അവരെ കണ്ടിരുന്നു. കാരണം കേരളത്തിൻ്റെ പൊതു പ്രശ്നം, പ്രതിപക്ഷം പ്രത്യേക റെപ്രസെൻറ്റേഷൻ കൊടുത്തു, ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ കൊടുത്തു. കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്.